ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്കിൽ കെട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നൈറ്റിയുടെ മെറ്റീരിയലാണ്. 32 ചെസ്റ്റ് ഉള്ള ഒരാളുടെ അളവിലാണ് ചെയ്യുന്നത്. മീഡിയം സൈസാണ് കേട്ടോ. അപ്പോൾ 32/4 എന്ന് പറയുമ്പോൾ നമുക്ക് 8 കിട്ടുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് ലൂസ് കൂട്ടുന്നുണ്ട്. അപ്പോൾ 9.5 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ആ 9.5 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതും പിന്നെ എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പ് വേറെയും കൂടെ കൂട്ടുന്നുണ്ട്. അപ്പോൾ മീഡിയം സൈസുള്ള ഒരു ഷോർട്ട് കുർത്തിയാണ് നമ്മളിന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. എനിക്കിവിടെ വേണ്ടത് 30 ഇഞ്ച് ലെങ്ത്താണ്. ഞാൻ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ട് 31.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവുകൾ ഒന്നായിട്ട് മാർക്ക് ചെയ്യാം. ആദ്യം മാർക്ക് ചെയ്യുന്നത് നെക്കാണ്. നെക്കിൻ്റെ വിഡ്ത്ത് ഞാനിവിടെ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. ഒരു സ്ക്വയർ നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോക്സ് പോലെ ഞാൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കോർണർ ഭാഗത്തു നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാറ്റി ഇതുപോലെ ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ക്വയർ അധികം വൈഡായി പോകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാൻ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 6.5 ഇഞ്ച് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ വരയ്ക്കുന്നുണ്ട്. ആ ഒരു പോയിൻറ്റിൽ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുക. ഞാൻ 9.5 ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 14 ഇഞ്ച് താഴേക്ക് വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഏറ്റവും താഴത്തെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ വിഡ്ത്തിനേക്കാളും 1 ഇഞ്ചും കൂടെ കൂടുതലുള്ളൂ. അപ്പോൾ ഒരു 10.5 11 ഞാൻ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 3 പോയിൻറ്റുകളും കൂടെ ഒന്ന് യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. താഴെ നമ്മളൊരു 4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സ്ലിറ്റ് പോലെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ അവിടെ ഷേപ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ലൈൻ വരുന്നത് കണ്ടോ, ഈ ലൈനിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ 6.5 എടുത്തത്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം എന്ന് പറയുമ്പോൾ ഒരു 3.25 വരും. ആ 3.25 ഒന്ന് മാർക്ക് ചെയ്യുക. അവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആ പോയിൻറ്റും നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു പോയിൻറ്റും ഉണ്ടല്ലോ, ആ പോയിൻറ്റും കൂടെ ഒരുമിച്ച് വരത്തക്കവണ്ണം ഈ ആം ഹോൾ കർവ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ആം ഹോൾ വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആം ഹോൾ വരച്ചെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചും വരച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റിൽ കട്ട് ചെയ്യുമ്പോൾ ആദ്യം വരച്ചതിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. നെക്ക് നമുക്ക് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യാം. കാരണം ഫ്രണ്ടും ബാക്കും നെക്ക് ഒരേപോലെയാണ്. കുറച്ച് വൈഡായിട്ടുള്ള നെക്കാണ്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്ക് പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ആം ഹോൾ നമുക്ക് ഒന്ന് കുഴിച്ച് വെട്ടാം. അതിനായിട്ട് തുണി 2ആയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ മാർക്ക് ചെയ്തേക്കണേ ആ ഒരു ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട് നമുക്ക് കുഴിച്ച് വെട്ടി എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല. ബാക്കിലാണ് നമ്മൾ ലൂപ്പ് വയ്ക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബാക്ക് പീസ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും മുകളിൽ നിന്ന്, അതായത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് ഒരു 10 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. ആ ഒരു നെക്കിൻ്റെ ആ ഒരു സൈഡിൽ കൂടി കറക്റ്റ് 10 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക് ഒരു 6 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരച്ചെടുക്കണം. അവിടെയാണ് നമ്മൾ ഈ ഒരു ലൂപ്പ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്ന് സ്ട്രെയിറ്റായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ലൂപ്പ് വേണമെങ്കിലും വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 വയ്ക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പോയിൻറ്റിൽ തന്നെ വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു 4 മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു മാർക്കിങ് ഇപ്പുറത്തെ സൈഡിലേക്കും കൂടെ വരാനായിട്ട് അതൊന്ന് മടക്കിയിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാർക്കിങ് ഇപ്പുറയും കൂടെ വരുന്നുണ്ട്. അത് കറക്റ്റായിട്ടൊന്ന് വരച്ച് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ എല്ലാ പോയിൻറ്റും ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ളൂ മാർക്കിങ്. ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ സ്ലീവിനേക്കാളും കുറച്ച് വൈഡായിട്ടുള്ള ഒരു സ്ലീവാണിത്. ഒരു ബെൽ സ്ലീവ് പോലത്തെ സ്ലീവാണിത്. അതായത് താഴ്ഭാഗത്തേക്ക് കുറച്ച് വീതി കൂടിയ ടൈപ്പ് സ്ലീവാണ് കേട്ടോ.
അപ്പോൾ ആം ഹോൾ റൗണ്ട് 9 വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു 8 മാർക്ക് ചെയ്തു. അവിടെ നിന്നൊരു 3.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ആട്ടോ. സാധാരണ ഇതുപോലത്തെ കുർത്തിക്ക് ഫുൾ ലെങ്ത്ത് സ്ലീവാണ് വരുന്നത്. 21 ഇഞ്ചാണ്. ആ 21ൻ്റെ അവിടെ നമ്മളൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തേക്കണ 6 ഇഞ്ചിലേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. അതായത് ഉള്ളിലേക്ക് കുറച്ച് കർവ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അറ്റത്തേക്ക് വരുന്തോറും കുറച്ച് വീതി കൂടിയ രീതിയിൽ വരച്ചെടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് നിവർത്തിയിട്ടിട്ട് ഈ ഫ്രണ്ട് ആം ഹോളും ഒന്ന് കുഴിച്ച് വെട്ടുക. സ്ലീവിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ആം ഹോളിൻ്റെ അങ്ങോട്ട് വരുന്ന ഭാഗം ഒന്ന് കുഴിച്ച് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്ലീവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസും കൂടെ വേണം കേട്ടോ. കാരണം നമ്മൾ ബാക്കിൽ കെട്ടാനായിട്ട് വള്ളി വേണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ലൂപ്പിന് വേണ്ട പീസും കൂടെ വേണം. അപ്പോൾ അതിനായിട്ട് കുറച്ചധികം ക്രോസ് പീസ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ക്രോസ് പീസാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും, അതുപോലെ തിരിച്ചിടാനൊക്കെ എളുപ്പമായിരിക്കും. ഇത് ബാക്കിൽ നെക്കിൽ വെക്കാനുള്ള പീസാണ്. അപ്പോൾ അതുപോലത്തെ 2 പീസ് ഞാൻ സൈഡിൽ നിന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ലൂപ്പ് വയ്ക്കാനായിട്ടുള്ള ഒരു ക്രോസ് പീസ് എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഞാനൊരു 48 ഇഞ്ച് ലെങ്ത്തിലാണ് ഇതെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഇഞ്ച് നീളത്തിൽ കുറച്ചധികം പീസുകൾ മുറിച്ചെടുക്കുക. ഞാനൊരു 10 എണ്ണത്തോളം മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തം ഒരു 8 എണ്ണം മതിയാവും. അപ്പോൾ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസാണ് നമ്മൾ 2ആയിട്ട് മടക്കിയിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലേ കുർത്തിയിൽ, അവിടെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും പീസുകൾ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് കുർത്തിയിൽ വെക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കണ ആ ഒരു പോയിൻറ്റിൽ കറക്റ്റ് 2ആയിട്ട് മടക്കി ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനാണ് കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിന് വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പീസ് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വിധം ഇതുപോലെ വെച്ച് കൊടുക്കുക. പുറമേക്ക് ഇരിക്കുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 എണ്ണം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒന്നും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തം 4 എണ്ണമാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് 4 5 വെച്ച് കൊടുക്കുക. അല്ല 3 എണ്ണമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 4 എണ്ണം നമ്മളിവിടെ ഒരു സൈഡിൽ 4 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ അടിച്ചിങ്ങ് പോന്നു വെച്ചാൽ മതി. അതിൻ്റെ ഒപ്പം ഇത് വെച്ചും കൊടുത്ത് പോന്നാൽ മതി. അതാകുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഇതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരുപാട് നിൽക്കാത്ത രീതിയിൽ കട്ട് ചെയ്ത് കളയണം. കാരണം നമുക്കത് ടക്ക് പോലെ അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ തയ്യൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് പൊക്കോളും. അപ്പോൾ ഒരുപാട് തയ്യൽ തുമ്പുണ്ടെങ്കിൽ അത് പുറത്തേക്ക് നിൽക്കും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ തയ്യൽ തുമ്പുണ്ടെങ്കിൽ ഒരു 4 ഇഞ്ച് കുറവായാലും കുഴപ്പമില്ല, നിർത്തിയതിന് ശേഷം ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും ഞാൻ അതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലൂപ്പിൻ്റെ ആ ഹോള് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് ഒരു 1/2 ഇഞ്ചെങ്കിലും വെക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ വള്ളി കയറില്ല ശരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആ അടിച്ച ആ ലൈനില്ലേ, നമ്മൾ ആദ്യം ആ ലൂപ്പ് അടിച്ച് പോകുന്ന ആ ഒരു സ്റ്റിച്ച് ലൈൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് സെൻറ്ററിൽ വരത്തക്ക വണ്ണം പിടിച്ചിട്ട് നമ്മൾ ലൂപ്പ് എവിടെയാണോ വെച്ച് തുടങ്ങിയത് അതിനേക്കാൾ ഒരു ഇഞ്ച് മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ടക്ക് അടിക്കുക. നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ ബാക്കിൽ ടക്ക് സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. പക്ഷേ ആ ഒരു ലൂപ്പിൻ്റെ ആ തയ്യൽ തുമ്പെല്ലാം ഉള്ളിലേക്ക് പോകത്തക്ക വണ്ണം വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുന്തോറും ഏറ്റവും ലാസ്റ്റുള്ള ആ ലൂപ്പിൻ്റെ ഒരു ഇഞ്ച് താഴേക്ക് വരത്തക്ക വണ്ണം അടിച്ചെടുക്കുക. ഇപ്പം നമുക്ക് അവിടെ ഒരു ടക്കുമായി ഈ ലൂപ്പിൻ്റെ എല്ലാ തയ്യൽ തുമ്പും ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ലൈൻ നോക്കിയാൽ മതി, ആ സ്റ്റിച്ച് ചെയ്തേക്കണ ലൈൻ നോക്കിയാൽ മതി. അത് കറക്റ്റ് സെൻറ്ററിൽ വരത്തക്ക വണ്ണം വെക്കണം. നമ്മൾ സാധാരണ ടക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ചോക്ക് കൊണ്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ സ്റ്റിച്ച് ചെയ്തേക്കണ ഈ ലൈന്. അത് വെച്ചിട്ട് വേണം കറക്റ്റായിട്ട് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പും എല്ലാ സംഭവങ്ങളും ഉള്ളിലേക്ക് പോയി. അതുകൊണ്ടാണ് ഒരുപാട് തയ്യൽ തുമ്പ്
പാടില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ വള്ളി കയറ്റി കൊടുത്താൽ മതി. ക്രോസായിട്ട് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ വള്ളി കയറ്റി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ പരിപാടി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ നെക്കൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാണ്. ഫ്രണ്ട് നെക്ക് ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് പതിച്ചും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നെക്കും അതുപോലെ തന്നെ സ്ലീവൊക്കെ വയ്ക്കുന്ന വീഡിയോ നമ്മൾ ഒരുപാട് കുർത്തി തയ്ക്കുന്ന വീഡിയോയിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നെക്കിൻ്റെ കറക്റ്റ് സൈസിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലും അടിച്ചു പിടിപ്പിച്ചിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഇനി ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സ്ലീവിൻ്റെ ഒന്നും വീഡിയോ അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. സ്ലീവിൻ്റെ അറ്റത്ത് സാധാരണ ഹാങ്ങിങ്സ് എന്തെങ്കിലുമൊക്കെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഹാങ്ങിങ്സ് ഒന്നും ഇല്ലാത്ത കാരണം ഇതുപോലൊരു ലേസ് ഉള്ളത് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ലേസ് താഴെ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അടിച്ചെടുത്താൽ മതി. ഒരു വെറൈറ്റിക്ക് വേണ്ടി കറക്റ്റ് ആ ഒരു കളറുള്ള മെറൂൺ കളറുള്ള ലേസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവും കൂടെ പിടിപ്പിക്കണം. സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ബോഡി ഒന്ന് ഷേപ്പ് ചെയ്യുക. അതുപോലെ തന്നെ താഴ്ഭാഗം സ്ലിറ്റ് മടക്കി അടിക്കാനുള്ളത് അടിക്കുക. ഏറ്റവും താഴെയായിട്ടുള്ള ഭാഗം മടക്കിയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി ഇവിടെ റെഡിയായി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അധികം സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാക്കിൽ ആ ഒരു ലൂപ്പ് പോലെ കറക്റ്റായിട്ട് വെക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ അതിലൊരു ലൂപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒന്നിൻ്റെ വണ്ണം കുറച്ച് കുറഞ്ഞു പോയിട്ടോ. അതുകൊണ്ട് അത് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാനത് അഴിച്ചിട്ട് ആ ഒരു ലൂപ്പ് കുറച്ച് കയറ്റി വെച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അര ഇഞ്ച് നമ്മൾ ആ ഒരു ഓപ്പണിങ്, അതായത് വള്ളി കയറ്റാനുള്ള ഹോളുണ്ടല്ലോ, അതൊരു അര ഇഞ്ചെങ്കിലും ഇരിക്കത്തക്ക വണ്ണം വേണം വെക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പെപ്ലം ടോപ്പൊക്കെ കുറേ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു വെറൈറ്റി മോഡലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ താഴ്ഭാഗം നമ്മുടെ സ്ലീവിൻ്റെ ഇതുപോലെ നല്ല വൈഡായിട്ടാണ് വരുന്നത്. അപ്പോൾ അതൊരു ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.